നൂതനമായ പദ്ധതികളൊന്നും ആവിഷ്കരിക്കാത്ത ഏതാണ്ടൊരു സ്റ്റാറ്റസ് കോ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു ബഡ്ജറ്റാണ് സത്യത്തിൽ ഇന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റ്. കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ അവതരിപ്പിച്ച സാമ്പത്തിക സർവേയിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ ഗുണഫലം സാധാരണ സമൂഹത്തിന് ലഭ്യമാക്കാൻ പര്യാപ്തമായ നിലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വ്യക്തമായ ഒരു നിർദ്ദേശവും ഈ ധനബഡ്ജറ്റിലില്ല എന്നുള്ളത് ഏറ്റവും നിർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ, നിക്ഷേപവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നുള്ള കേവലമായ പ്രഖ്യാപനത്തിനപ്പുറത്ത് ഫലപ്രദമായി കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു നിർദ്ദേശവും ബഡ്ജറ്റിലില്ല എന്നുള്ളത് വളരെ നിർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയാണ്. മാത്രവുമല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ 7 പ്രധാനപ്പെട്ട ഹൈസ്പീഡ് റെയിൽ കോറിഡോർ പ്രഖ്യാപിച്ചിട്ട് അതിൽ ഒരെണ്ണം പോലും കേരളത്തിലില്ല എന്നുള്ളത് ഏറ്റവും പ്രതിഷേധാർഹമായിട്ടുള്ള സംഗതിയാണ്. നമുക്കറിയാം, ഹൈസ്പീഡ് റെയിൽ കോറിഡോർ അല്ലെങ്കിൽ ഹൈസ്പീഡ് റെയിൽ കേരളത്തിൽ ആരംഭിക്കുമെന്ന് മെട്രോ ശ്രീധർ കഴിഞ്ഞ ദിവസം പരസ്യമായി പ്രഖ്യാപിക്കുകയും അതിന്റെ നടപടികളുമായി മുന്നോട്ട് പോകുന്നുവെന്ന് പ്രഖ്യാപിച്ചപ്പോഴും 7 ഹൈസ്പീഡ് റെയിൽ കോറിഡോർ പ്രഖ്യാപിക്കുമ്പോൾ അതിൽ കേരളമില്ല എന്നുള്ളത് ശക്തമായ പ്രതിഷേധത്തിന് കാരണമാകുന്ന സംഗതിയാണ്. അതുപോലെയാണ് ദീർഘകാലമായി കേരളം ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ ഒന്നാണ്, നമുക്കെല്ലാവർക്കും അറിയാം, എയിംസ് എന്ന് പറയുന്ന കേരളത്തിന്റെ ആവശ്യം. UPA ഗവൺമെന്റ് അധികാരത്തിലിരുന്ന കാലഘട്ടത്തിൽ പ്രഖ്യാപിച്ച എയിംസ് ഇപ്പോഴും പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും കേരളത്തിനോടുള്ള കനത്ത വിവേചനമായി മാത്രമേ വിലയിരുത്താൻ കഴിയൂ. ഈ ബഡ്ജറ്റിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായിട്ടുള്ള 1-2 സംഗതികളുള്ളത്, അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് ദീർഘകാലമായി കേരളം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ചും നമ്മുടെ രാജ്യത്തിന്റെ അമൂല്യമായിട്ടുള്ള അപൂർവ ധാതുസമ്പത്ത്, കേരളത്തിൽ കൊല്ലം ജില്ലയുടെ തീരപ്രദേശത്ത് അടക്കമുള്ള കരിമണൽ ധാതുശേഖരത്തെ ഫലപ്രദമായി വിനിയോഗിക്കാൻ പര്യാപ്തമായിട്ടുള്ള ഒരു നാഷണൽ കോറിഡോർ ഓഫ് മിനറൽസ് അല്ലെങ്കിൽ അപൂർവ ധാതുസമ്പത്തിന്റെ ഒരു പ്രത്യേക മേഖല പ്രഖ്യാപിച്ചുകൊണ്ട് അത് പരമാവധി ഉപയോഗ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ദേശീയ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വളരെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. കാരണം കേരളത്തിന്റെ തീരപ്രദേശങ്ങളിലുള്ള അമൂല്യമായിട്ടുള്ള അപൂർവമായ ധാതുസമ്പത്ത് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളായിട്ടുള്ള ഒഡീഷയും തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഉള്ള അപൂർവ ധാതുസമ്പത്തുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ദേശീയ പദ്ധതി ഇതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളത് തികച്ചും സ്വാഗതാർഹമായിട്ടുള്ള സംഗതിയാണ്. അതിന്റെ വിശദാംശങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രമേ കൃത്യമായി പ്രതികരിക്കാൻ കഴിയൂ. എന്തായാലും ആ നാഷണൽ കോറിഡോർ ഓഫ് മിനറൽസ് എന്ന് പറയുന്ന സംഗതി കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ഗുണപരമായ മാറ്റം കൈവരിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്നാണ്. അതുപോലെ നാളികേരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നിലവിലുള്ള പദ്ധതികളാണെങ്കിൽ പോലും ഒരു മിഷൻ എന്ന നിലയിൽ നാളികേരത്തിന്റെ പുനരുജ്ജീവനത്തിന് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുള്ളതും, അതുപോലെ തന്നെ കാഷ്യൂവിന്റെ കാര്യത്തിൽ, കശുവണ്ടിയുടെ കാര്യത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി പ്രോസസ് ചെയ്യുന്ന സംസ്ഥാനമെന്ന നിലയിൽ നമുക്കറിയാം, ഇന്ന് കാഷ്യൂ മേഖല നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി അസംസ്കൃത കശുവണ്ടിയുടെ ലഭ്യത കുറവാണ്. ആ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളത് തീർച്ചയായും കേരളത്തിൽ, പ്രത്യേകിച്ചും കൊല്ലത്തെ കശുവണ്ടി വ്യവസായ മേഖലയ്ക്ക് ഒരു പുതുജീവൻ നൽകാൻ സഹായകരമാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഈ അവസരത്തിൽ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ നാളികേരത്തിന്റെ കാര്യത്തിൽ, കശുവണ്ടിയുടെ കാര്യത്തിൽ, മിനറൽസിന്റെ കാര്യത്തിൽ, ഈ 3 കാര്യത്തിലും തീർച്ചയായിട്ടും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായിട്ടുള്ളതാണ് കേരളത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് എന്ന് പറയുമ്പോൾ പോലും അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെയുള്ള മേഖലകളിൽ കേരളത്തോട് കാണിച്ചിട്ടുള്ള അവഗണന വളരെ വളരെ പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ബഡ്ജറ്റ് പൊതുവായി പരിശോധിച്ചാൽ പുതുതായി കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള ഏതെങ്കിലും ഒരു പദ്ധതികൾ ഉണ്ട് എന്ന് അവകാശപ്പെടാൻ കഴിയില്ല. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു സ്കീംസും ഇല്ല. അൺഎംപ്ലോയ്മെന്റ് അടക്കമുള്ള രാജ്യം നേരിടുന്ന ഗൗരവതരമായ സാമൂഹ്യ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാൻ ക്രിയാത്മകമായിട്ടുള്ള ഒരു പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടില്ല. പ്രവാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആശ്വാസകരമായ ചില നടപടികൾ
പ്രസംഗത്തിലുണ്ടെങ്കിൽ പോലും അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ ആ കാര്യത്തിലും പ്രതികരിക്കാൻ കഴിയൂ. അങ്ങനെ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ നൂതനമായ പദ്ധതികളോ പരിപാടികളോ ഇല്ലാത്ത ഒരു ബഡ്ജറ്റ്, ഒരു സ്റ്റാറ്റസ് കോ ബഡ്ജറ്റ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നതാണ് ബഹുമാനപ്പെട്ട ധനമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ ഇന്ന് അവതരിപ്പിച്ച ബഡ്ജറ്റ്.